എല്ലാവർക്കും HbA1c അറിയാം. ഇപ്പോൾ ഒരുപാട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഈ HbA1cയുടെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ എന്തായാലും കേട്ടിട്ടുണ്ടാവണം. ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ എന്നാണല്ലോ പറയുന്നത്. ബ്ലഡിൽ ഹീമോഗ്ലോബിൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ഹീമോഗ്ലോബിൻ ഡെവലപ്പായി, അതായത് നമ്മുടെ ബോൺ മാരോയിൽ നിന്ന് ഡെവലപ്പായി കഴിഞ്ഞാൽ 120 ദിവസം അത് ബ്ലഡിൽ കാണും. എന്നിട്ട് അത് നശിച്ചു പോകും. 120 ദിവസമാണല്ലോ അതിന്റെ ആയുസ്. അപ്പോൾ ഈ 120 ദിവസവും ബ്ലഡിൽ ഹീമോഗ്ലോബിൻ, അതായത് RBCക്ക് അകത്ത് ഹീമോഗ്ലോബിൻ അങ്ങനെ സർക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ ഹീമോഗ്ലോബിന് ചുറ്റും അല്ലെങ്കിൽ ആ ബ്ലഡിലുള്ള ഷുഗർ ലെവൽ RBCയെയും ഹീമോഗ്ലോബിനെയും ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. അപ്പൊ കാര്യം എത്രയേ ഉള്ളൂ, എപ്പോഴും ബ്ലഡ് ഷുഗർ ഉള്ളതിൽ നിന്ന് ഒരു ചെറിയ അളവിൽ RBC അല്ലെങ്കിൽ അതിനകത്തുള്ള ഹീമോഗ്ലോബിനിലേക്ക് ബ്ലഡ് ഷുഗർ കയറാറുണ്ട്. ഓക്കെ, ഒരു ചെറിയ അളവിൽ കയറും. അകത്തുള്ള ഹീമോഗ്ലോബിൽ അത് കയറി ഒട്ടും രജിസ്റ്റർ ആവും. ഈ കയറുന്ന ഷുഗർ ഒരിക്കലും പുറത്തോട്ടും പോകില്ല. ഓക്കെ, ഇനി നമ്മുടെ ബ്ലഡ് ഷുഗർ നോർമൽ ലെവലിലാണെങ്കിൽ ഈ RBCക്ക് അകത്ത് കയറുന്ന ബ്ലഡ് ഷുഗറിന്റെ അളവും ഒരു നോർമൽ ലെവലിൽ തന്നെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഒരു പ്രത്യേക റേറ്റിൽ മാത്രമേ പോകൂ. അതേസമയം നമ്മുടെ ബ്ലഡ് ഷുഗർ എപ്പോഴെങ്കിലും കൊണ്ട് ഹൈ ആകുകയാണെങ്കിൽ ആ സമയത്ത് ബ്ലഡിലുള്ള RBCകൾക്കുള്ളിലേക്ക് കയറുന്ന ഷുഗറിന്റെ റേറ്റും കൂടും. ഓക്കെ, ഇപ്പൊ രക്തത്തിൽ എത്ര പഞ്ചസാരയുണ്ടോ ആ പഞ്ചസാരയ്ക്ക് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടായിരിക്കും RBCക്ക് ഉള്ളിലേക്ക് ഷുഗർ കയറുന്നത്. ഓക്കെ, ഇപ്പൊ ഷുഗർ നോർമലി നിൽക്കുകയാണെങ്കിൽ RBCക്ക് ഉള്ളിൽ കയറുന്ന ഷുഗറിന്റെ അളവും ആ റേറ്റും നോർമൽ ആയിരിക്കും. അതേസമയം ബ്ലഡ് ഷുഗർ എപ്പോഴെങ്കിലും കൂടിയാൽ, ഓക്കെ, ഫുൾ ടൈം ഒരുപാട് കൂടി നിൽക്കണമെന്നില്ല, എപ്പോഴെങ്കിലും കൂടിയാൽ കൂടുന്ന സമയത്ത് ബ്ലഡ് ഷുഗർ നമ്മുടെ RBCയിലോട്ട് കയറുന്നതിന്റെ റേറ്റും കൂടും. ഇങ്ങനെ അകത്തോട്ട് കയറുന്ന ബ്ലഡ് ഷുഗർ എത്ര റേറ്റിൽ കയറിയാലും ഹീമോഗ്ലോബിനുമായിട്ട് കയറി ഒട്ടുന്നു. ഒട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ഹീമോഗ്ലോബിനിൽ നിന്ന് ഡിറ്റാച്ച് ആയി പോകുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ബേസ് വെച്ചിട്ടാണ് നമ്മൾ HbA1c ചെക്ക് ചെയ്യുന്നത്. ഇപ്പൊ HbA1c ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ 3 മാസത്തേക്കുള്ള ബ്ലഡ് ഷുഗർ ലെവലിന്റെ കൺട്രോൾ ആണല്ലോ നോക്കുന്നത്. ഇപ്പൊ 120 ദിവസം എന്ന് പറയുമ്പോൾ 4 മാസം ആണ് ഈ നമ്മുടെ RBCയുടെ ആയുസ്. അപ്പൊ അതിലൊരു മാസം കുറച്ചിട്ട് ഓൺ ആവറേജ് എന്ന കൺസെപ്റ്റിലാണ് 3 മാസം വെച്ചിരിക്കുന്നത്. അപ്പൊ 3 മാസത്തേക്കുള്ള ഒരു ബേസിക് അളവ് അറിയാം എന്ന കൺസെപ്റ്റ് വെച്ചിട്ട് അപ്പൊ കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ 3 മാസവും ബ്ലഡ് ഷുഗർ ലെവൽ നോർമലിലാണ് പോയിട്ടുള്ളതെങ്കിൽ ആ 3 മാസവും ആ സമയത്ത് ബ്ലഡിലുള്ള RBCയിൽ കയറുന്ന ഗ്ലൂക്കോസും ഒരു നോർമൽ അളവിലായിരിക്കും. ഈ 3 മാസത്തിനകത്ത് എന്നെങ്കിലും ഒരിക്കലെങ്കിലും ബ്ലഡ് ഷുഗർ ഹൈ ആയിട്ടുണ്ടെങ്കിൽ, നോർമലിനേക്കാളും കൂടിയിട്ടുണ്ടെങ്കിൽ, ആ സമയത്ത് നമ്മുടെ ബ്ലഡിലെ ഷുഗർ RBCക്കകത്ത് കയറുന്നതിന്റെ റേറ്റും കൂടും. അങ്ങനെ റേറ്റ് കൂടി കഴിഞ്ഞാൽ അതിനകത്ത് കയറുന്ന അളവ് കൂടി കഴിഞ്ഞാൽ അതങ്ങനെ രജിസ്റ്റർ ആവും. ഓക്കെ, ഇപ്പൊ ഈ 3 മാസത്തിനകത്ത് ബ്ലഡ് ഷുഗർ നോർമലായിട്ട് തന്നെ പോയിട്ടുണ്ടോ, എപ്പോഴെങ്കിലും കൂടിയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് HbA1c നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ 3 മാസത്തെ ബ്ലഡ് ഷുഗറിന്റെ കൺട്രോൾ ആണ് HbA1cക്കകത്ത് വരുന്നത്. ഓക്കെ, ഇനി നോർമൽ അഡൾട്ട്, അതായത് ഡയബറ്റീസ് ഇതുവരെ ഡിറ്റക്ട് ചെയ്യാത്ത വ്യക്തികളാണെങ്കിൽ അവർക്ക് ലെസ് ദാൻ 5.7 ആണ് നോർമൽ കൺട്രോൾ അല്ലെങ്കിൽ നോർമൽ എന്ന് പറയുന്നത്. 5.7 മുതൽ 6.4% ആണ് HbA1c കാണിക്കുന്നതെങ്കിൽ പ്രീ ഡയബറ്റീസ്, അതായത് അറ്റ് റിസ്ക് എന്ന് പറയാം. 6.5 ആൻഡ് എബോവ് ആണെങ്കിൽ അതിന് ഡയബറ്റീസ് എന്ന് പറയും. ഇപ്പൊ ഡയബറ്റീസിന്റെ ഡയഗ്നോസ് എന്ന് പറഞ്ഞാൽ HbA1c 6.5 അതിന് മുകളിലോ ആകണം. ഓക്കെ, ഇനി ഡയബറ്റീസ് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരാൾ ഡയബറ്റിക് ആണ് എന്ന് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അതിന്റെ വാല്യൂ മാറുന്നു. പിന്നീട് അവിടെ ഇനി എന്താണ് നോർമൽ ആണോ അബ്നോർമൽ ആണോ എന്ന് പറച്ചിൽ ഇല്ല. കാരണം ഡയബറ്റിക് ആണ്. സോ ഡയബറ്റിക് ആണെങ്കിൽ ബ്ലഡ് ഷുഗർ കൺട്രോൾ ആണോ അല്ലയോ എന്ന് മാത്രമേ പിന്നെ നോക്കൂ. ഇപ്പൊ ബ്ലഡ് ഷുഗർ കൺട്രോൾ ആണോ അല്ലയോ നോക്കുന്ന വാല്യൂ 7% ഓർ ലെസ് ആണെങ്കിൽ ഗുഡ് കൺട്രോൾ എന്ന് പറയും. അപ്പൊ എന്തായാലും 6.5 മുകളിലായിരിക്കും യൂഷ്വലി ഡയബറ്റിക് ആണെങ്കിൽ. അപ്പോൾ 6.5 മുതൽ 7 വരെയുള്ള വാല്യൂ ആണ് നമ്മൾ ഗുഡ് കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, 7ന് മുകളിൽ 8 വരെയുള്ളതാണെങ്കിൽ ഫെയർ കൺട്രോൾ, വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. 8ന് മുകളിലാണെങ്കിൽ പുവർ കൺട്രോൾ എന്ന് പറയും. HbA1cക്ക് റാൻഡം ആയിട്ടാണ് ബ്ലഡ് എടുക്കാം. ഫാസ്റ്റിംഗ് യൂഷ്വലി നമ്മൾ FBS എടുക്കുന്നതിന്റെ കൂടെ ഉള്ള ബ്ലഡ് HbA1cക്ക് അയക്കുന്നതേ ഉള്ളൂ. പക്ഷെ HbA1cക്ക് റാൻഡം ബ്ലഡ് എടുത്താൽ മതി. അതിന് ഫാസ്റ്റിംഗ് വേണമെന്നില്ല. കാരണം ബ്ലഡ് ഷുഗർ ലെവൽ ഫാസ്റ്റിംഗുമായിട്ട് അതിന് റോൾ ഇല്ലല്ലോ. എൻറ്റയർലി, അതുകൊണ്ടാണ് ഞാൻ ഈ കൺസെപ്റ്റ് പറഞ്ഞതാണ്, അത് എൻറ്റയർലി ഇൻഡിപെൻഡന്റ് ആണ്. സോ നമുക്ക് റാൻഡം ആയിട്ടുള്ള ബ്ലഡ് എടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ,
സോ നോർമൽ അഡൽട്ട് ആണെങ്കിൽ 5.7 താഴെ നോർമൽ, 5.7 മുതൽ 6.4 പ്രീ ഡയബറ്റീസ്, 6.5 മുകളിലും ആണെങ്കിൽ ഡയബറ്റിക് എന്ന ഡയഗ്നോസിസ് ഇടും. ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ 7 താഴെയാണെങ്കിൽ ഗുഡ് കൺട്രോൾ പറയും, 7 മുതൽ 8 ആണെങ്കിൽ ഫെയർ കൺട്രോൾ, 8 മുകളിലാണെങ്കിൽ പുവർ കൺട്രോൾ പറയും. ഓക്കെ, അപ്പൊ ട്രീറ്റ്മെന്റും സൂചിപ്പിക്കുന്നു, അതായത് ട്രീറ്റ്മെന്റ് നല്ല ട്രീറ്റ്മെന്റ് ആണോ പോകുന്നത്, കൺട്രോൾഡ് ട്രീറ്റ്മെന്റ് ആണോ എന്നൊക്കെ ഉള്ള ഒരു ഐഡിയ കിട്ടും. സോ ഇതാണ് HbA1c.